അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലും ഹമാസും പരസ്പരം വ്യോമാക്രമണം നടത്തി. റഫ അതിർത്തിയിലാണ് ഹമാസും ഇസ്രായേൽ സൈനികരും ഏറ്റുമുട്ടിയത്. ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെക്കൻ ഗാസയിലെ റഫയിൽ ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയതായും ഇതേ തുടർന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഈ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയതെന്നും ഇസ്രായേലി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ IDF ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ലംഘനങ്ങളുടെ പേരിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഗാസയ്ക്കും ഈജിപ്തിനും ഇടയ്ക്കുള്ള റഫ അതിർത്തി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ബന്ദികളിൽ കുറച്ചുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറിയിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തൽ ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു.